നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ എയറിലായിരിക്കുന്ന മൃണാളിൻ്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കാണാം. അമൂല്, മിൽമ തുടങ്ങിയ ബ്രാൻഡുകൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ സീരിയസ് ആയി എടുക്കുന്നവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ചോദ്യം, നെയ്യ് അല്ലെങ്കിൽ ഒരു കിലോ ബട്ടർ ഉണ്ടാക്കാൻ 20 ചില്ലറ ലിറ്റർ പശുവിന്റെ പാല് വേണം എന്നാണ്. ഇപ്പം മിൽമ കർഷകർക്ക് കൊടുക്കുന്ന വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 800 രൂപയുടെ അടുത്ത് വിലയുടെ പാല് വേണം. 800 രൂപയുടെ റോ മെറ്റീരിയലും ഈ ബാക്കിയുള്ള കോസ്റ്റുകളും ഞാൻ പലതും മറന്നുപോയിട്ടുണ്ടോ പറയാൻ, എല്ലാം കഴിയുമ്പോൾ 1000 രൂപയുടെ മേലെ കുറെ കൂടുതൽ പൈസക്കല്ലേ ഇത് വെക്കേണ്ടത്. എന്നിട്ട് ഇവരെങ്ങനെ ഇത് പകുതിയോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ വിലക്ക് ഇവർക്ക് വിൽക്കാൻ പറ്റും? ബൺ മസ്കുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഇഷ്യൂവിൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അംഗീകരിക്കാൻ തന്റെ ഈഗോ സമ്മതിക്കാത്തതിനാൽ ഫ്ലൈറ്റിൽ ഇരുന്നും കിടന്നും 110 ലെവൽ കോൺഫിഡൻസിൽ ചെയ്തൊരു വീഡിയോയാണ് ഇത്. എന്നാൽ ഇത് അമുൽ മിൽമ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു. ഇത് കാണുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഈ പറഞ്ഞ ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് മിൽമ, അമുൽ ഇവ സ്വകാര്യ കമ്പനി അല്ല. ഇതൊരു ക്ഷീര സഹകരണ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ വിൽക്കുന്നതിന് പിന്നിൽ ചിട്ടയായ ഒരു ബിസിനസ് മാതൃകയും സുപ്രധാന ചില തത്വങ്ങളുമുണ്ട്. ഇത് വെറും ഒരു വാണിജ്യ തന്ത്രമല്ല, ലക്ഷക്കണക്കിന് കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സാമൂഹിക സാമ്പത്തിക മാതൃക കൂടിയാണ്. ഗ്രാമതലത്തിൽ കർഷകർ നേരിട്ട് ഗ്രാമത്തിലെ ക്ഷീര സഹകരണ സംഘങ്ങളിൽ പാല് നൽകുന്നു. പാലിന്റെ ഗുണനിലവാരം നോക്കി കർഷകർക്ക് നേരിട്ട് പണം നൽകുന്നു. ഈ പാൽ ജില്ലാ യൂണിയനുകളിൽ എത്തിക്കുകയും അവിടെ സംസ്കരിക്കുകയും ചെയ്യുന്നു. ജില്ലാ യൂണിയനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സംസ്ഥാന ഫെഡറേഷൻ വിപണനം ചെയ്യുന്നു. ഈ മാതൃക ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനാൽ കർഷകർക്ക് അവരുടെ പാലിന് ന്യായമായ വിലയും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്നു. അടുത്തത് ഇതിൻ്റെ ഉൽപാദന ചെലവാണ്. ദശലക്ഷക്കണക്കിന് കർഷകരിൽ നിന്നാണ് ദിവസേന കോടിക്കണക്കിന് ലിറ്റർ പാൽ ശേഖരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ഉൽപാദനത്തിൻ്റെ പ്രയോജനം സ്ഥാപനങ്ങൾക്ക് ലഭിക്കുകയും പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, വിതരണ ചെലവ് എന്നിവ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ കാര്യക്ഷമമായ വിതരണ ശൃംഖലയാണ് ഇതിനുള്ളത്. പാൽ സംഭരണം മുതൽ വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും കർശനമായ ഗുണനിലവാര നിയന്ത്രണവും കാര്യക്ഷമമായ വിതരണ ശൃംഖലയും ഉപയോഗിക്കുന്നു. ശീതീകരിച്ച വാഹനങ്ങൾ, കമ്പ്യൂട്ടർവൽക്കരിച്ച സംവിധാനം എന്നിവയിലൂടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിയുന്നത് കൊണ്ട് ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്നില്ല, അതിനാൽ നഷ്ടമുണ്ടാകുന്നില്ല. ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുണയും നികുതി ഇളവുകളും കൊടുക്കാറുണ്ട്. കൂടാതെ അമുൽ, മിൽമ എന്നിവ മറ്റ് സ്വകാര്യ കമ്പനികളെ പോലെ പരസ്യങ്ങൾക്കായി വലിയ തുക ചിലവാക്കാറില്ല. ഇതൊക്കെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ സഹായകമാകുന്നുണ്ട്. അമുൽ, മിൽമ എന്നിവർ ഉൽപ്പന്നങ്ങൾക്ക് വിലയേറിയ ബ്രാൻഡ് എന്നതിലുപരി പണത്തിനൊത്ത മൂല്യം നൽകുന്ന ബ്രാൻഡുകളായാണ് നിലകൊള്ളുന്നത്. സാധാരണ കുടുംബങ്ങൾക്ക് താങ്ങാനാവുന്ന ഉൽപ്പന്നങ്ങൾ നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് വലിയ വിൽപ്പന അളവിലേക്ക് നയിക്കുന്നു. ഈ സഹകരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ തന്നെ എന്ന് പറയാം. കാരണം ലാഭം മറ്റ് സ്വകാര്യ കമ്പനികളിൽ ഓഹരി ഉടമകൾക്ക് നൽകുന്നതിനു പകരം ഇവിടെ കർഷകർക്ക് ഉയർന്ന വിലയായി നൽകുകയോ സ്ഥാപനത്തിന്റെ വികസനത്തിന് വേണ്ടി നീക്കുകയോ ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ അമുലും മിൽമയും പിന്തുടരുന്ന കർഷക കേന്ദ്രീകൃതമായ ഇടനിലക്കാരെ ഒഴിവാക്കിയുള്ള സഹകരണ മാതൃകയും വലിയ തോതിലുള്ള പ്രവർത്തനക്ഷമതയുമാണ് മറ്റ് സ്വകാര്യ കമ്പനികളെക്കാൾ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാൻ അവർക്ക് സാധിക്കുന്നത്. ഇത് കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു വിജയകരമായ ഒരു മാതൃകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഓക്കെ, ബൈ.